ഞാനിന്ന് പുതിയ വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുകയാണ്. ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഞങ്ങളുടെ ചാനലിൻ്റെ പേരറിയാലോ, അമൂസ് അനൂസ് എന്നാണ്. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഒപ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഉണ്ടല്ലോ, അതിൽ ഒന്ന് ടച്ച് ചെയ്തിട്ട് ഓൾ എന്നുള്ള ഓപ്ഷനും കൂടി കൊടുക്കണേ. വീഡിയോ ഒക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ എല്ലാവരും. പിന്നെ കുഞ്ഞു ചാനലാണ് കേട്ടോ, ഞങ്ങൾ തുടങ്ങിയിട്ടൊരു വർഷമായിട്ടുണ്ടെങ്കിലും കയറി വന്നിട്ടൊന്നുമില്ല. നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. അപ്പോൾ വീഡിയോ ഒക്കെ എല്ലാവരും കാണുക. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, ഞാൻ കഴിഞ്ഞ ആഴ്ച ഒരു റിവ്യൂ ഇട്ടായിരുന്നല്ലോ, മറ്റേ വാട്ടർ ഫിൽറ്ററിൻ്റെ. അത് ഉപയോഗിച്ചിട്ടുള്ള അഭിപ്രായം എങ്ങനെയുണ്ട് എന്നുള്ള ഒരു റിവ്യൂ കൂടി ഇടണമെന്ന് കുറച്ച് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതെങ്ങനെ മെയിൻറ്റെയിൻസ് ചെയ്യാമെന്നും കൂടിയാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. കാരണം അത് നമുക്ക് ക്ലിയർ ആയിട്ടുള്ള വെള്ളം കിട്ടണമെങ്കിൽ നമ്മളത് ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ആക്കുകയൊക്കെ വേണം. അപ്പോൾ എനിക്കത് ആദ്യം അറിയില്ലായിരുന്നു കേട്ടോ. ഞാനിപ്പോൾ അതൊക്കെ പഠിച്ചെടുത്ത് ആണ് അടുത്ത വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ പാർട്ട് 2 വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. സ്പ്ലാഷ് സൻഹ്വ വാട്ടർ ഫിൽറ്റർ. പേരൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ പറയാൻ. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. കുഞ്ഞു വീഡിയോ ആണ്. അപ്പോൾ ഞങ്ങളെന്നും സപ്പോർട്ടായിട്ട് കൂടെ ഉണ്ടാകും കേട്ടോ. വീഡിയോ ഇഷ്ടമായാൽ പറയണ പോലെ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെന്താ അതന്നെ. അപ്പോൾ നമുക്ക് വീഡിയോയിലിട്ട് പോയാലോ. വീഡിയോ പിന്നെ ഔട്ട്ഡോറിലാണ് കേട്ടോ, പൈപ്പിൻ്റെ അടുത്തേക്ക് പോവാണ്. അപ്പോൾ എന്നാൽ ശരി, നമുക്ക് വീഡിയോയിൽ കാണാം. അപ്പം നമ്മുടെ പൈപ്പിൽ ഇത് ഫിറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് ഇനി അഴിക്കാൻ പറ്റില്ല, നല്ല ബുദ്ധിമുട്ടാണ്. പിന്നെ നമ്മളത് വയ്ക്കാൻ നല്ല പാടാണ്. അപ്പോൾ ഇത് അഴിക്കണില്ല കേട്ടോ. ഞാനത് എങ്ങനെ ഫിറ്റ് ചെയ്തിട്ടുണ്ടെന്ന് കാണിച്ചു തരാം. അതായത് നമ്മളതിൻ്റെ വായ്ഭാഗം ഇങ്ങോട്ട് പൈപ്പിൻ്റെ വായ്ഭാഗത്തേക്ക് കയറ്റി വെച്ചിട്ട് ഈ സ്ക്രൂ ഉണ്ടല്ലോ, ഇതങ്ങനെ നല്ല ടൈറ്റിൽ മുറുക്കി വെച്ചാൽ മതി കേട്ടോ. അത് വെക്കാൻ സ്ക്രൂ മുറുക്കണ അതൊന്നും പാടില്ല. പക്ഷെ അത് കയറ്റി ഇതൊന്ന് ഫിറ്റ് ചെയ്യാൻ നല്ല പാടാണ് കേട്ടോ. ചില പൈപ്പിന് ചിലപ്പോൾ എളുപ്പമായിരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ വാട്ടർ ഫിൽറ്റർ. ഇപ്പോൾ കണ്ടോ, നല്ല തെളിഞ്ഞ വെള്ളം വരുന്നു. ഇതിൻ്റെ ട്രിക്ക് എന്താണെന്നല്ലേ അറിയണ്ടേ? അത് അറിയാൻ നമുക്ക് ഇതിൻ്റെ ചില ഭാഗങ്ങൾ അഴിച്ച് നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ അറിയാം. ഇങ്ങനെ തെളിഞ്ഞ വെള്ളം കിട്ടുന്നതിൻ്റെ ഇത് ഞങ്ങൾക്ക് നല്ല കലങ്ങിയ വെള്ളം കിട്ടിയിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഏറ്റവും അടിയത്തെ അടപ്പ് മാത്രം ഊരിട്ടോ. നമുക്കിത് മൊത്തത്തിൽ ഊരേണ്ട ആവശ്യമില്ല. അപ്പോൾ അതിലൊരു 2 റൗണ്ടിലൊരു ഷീറ്റ് പോലെ അതുണ്ട്. അത് വെള്ളത്തിലിട്ടപ്പോൾ കണ്ടോ ചെളി ഇളകുന്നുണ്ടോ? ഇതൊക്കെയാണ് നമ്മുടെ വെള്ളത്തിലെ അഴുക്കൊക്കെ വലിച്ചെടുക്കണത് കേട്ടോ. അത് നമ്മൾ നന്നായി കഴുകി വൃത്തിയാക്കണം. ആ 2 റൗണ്ടും നന്നായി കഴുകിയിട്ട് ആ അടപ്പ് ഒന്ന് കഴുകിയാൽ അടിഭാഗം വൃത്തിയായിട്ടോ. ഇതാണ് നമ്മൾ ദിവസം ഇടയ്ക്ക് ഒക്കെ കഴുകി കൊടുക്കണം. കാരണം അതിലത്തെ മണ്ണ് കളയാൻ വേണ്ടിയിട്ട് ദിവസം ഒരു തവണ മതി കേട്ടോ. എന്നാൽ തന്നെ ക്ലീൻ ആവും. ഞങ്ങൾക്ക് ആദ്യത്തെ 2-3 ദിവസം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇത് ഇടയ്ക്കിടയ്ക്ക് എടുത്ത് കഴുകേണ്ട ഒരു ഗതികേടില്ലായിരുന്നു. ഇപ്പോൾ കുഴപ്പമില്ല. ഇപ്പോൾ ദിവസം 2 ദിവസം കൂടുമ്പോഴൊക്കെ ഒരു തവണയൊക്കെ കഴുകണ്ടുള്ളൂ. പിന്നെ നമ്മളത് നന്നായി കഴുകിയിട്ട് നമ്മൾ ഉറപ്പിച്ച് വെക്കുക കേട്ടോ. പിന്നെ ഒരു ഭാഗം കഴുകാനുള്ളത് ആ റോസ് കളറിലല്ലേ, അതിൻ്റെ താഴത്തേക്ക് ഇങ്ങനെ പിടിച്ച് ഊരിയെടുക്കുക. അഴിച്ചെടുക്കുക. കണ്ടില്ലേ, അതിൽ കാൽസ്യം സൾഫേറ്റാണ് കേട്ടോ അത്. ആ കല്ലുകൾ അതിൻ്റെ കളറ് മാറിയുന്നുണ്ടോ? കാൽസ്യം സൾഫേറ്റ് നല്ല വെള്ള കളറായിരുന്നു കേട്ടോ. അതിൻ്റെ മുകളിലുണ്ട് ഇതങ്ങനത്തെ വട്ടത്തിലുള്ളൊരു ഷീറ്റ് പോലുള്ളത്. അതിലും നല്ല ഇതാണ് കേട്ടോ. ആണോ, വെള്ളത്തിൻ്റെ കളറേ മാറിയില്ലേ? അപ്പോൾ ഇങ്ങനത്തെ വെള്ളമൊക്കെയാണ് നമ്മൾ കുടിച്ചിരുന്നതും വെച്ചായിരുന്നതും ഒക്കെ. ഇത്രയല്ല, നമ്മൾ അതൊന്ന് ചില ടൈമിലൊക്കെ അങ്ങനത്തെ കിട്ടിയിരുന്നു. അത് നന്നായി കഴുകി അത് മാറ്റി വെച്ചിട്ട് നമ്മളിനി ഈ കല്ലുകൾ കഴുകിയിരിക്കണം കേട്ടോ. അപ്പോൾ അതിന് ഞാൻ 2 പാത്രത്തിൽ വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട്. ആദ്യം ഒരു പാത്രത്തിലിട്ട് നന്നായി കഴുകിയിട്ട് നല്ല വെള്ളത്തിലിട്ട് ഒന്നും കൂടിയും കഴുകിയിട്ട് നമുക്കിതിൽ പിന്നെ ആദ്യം തന്നെ നിറച്ചെടുക്കുക. ഇത് നമുക്ക് ദിവസവും അഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അഴിച്ച് ഇത് കഴുകി ഇത് പിന്നെ ഇത് വെക്കുമ്പോഴേക്കും നമുക്ക് ഒരുപാട് നേരം പിടിക്കും. ചിലപ്പോൾ അതൊക്കെ പോയാലോ. പിന്നെ ഇതിൻ്റെ താഴത്തുള്ള മെഗ്നീഷ്യം സൾഫേറ്റ് ആ കല്ലുകൾ നമുക്ക് അഴിച്ചെടുക്കാൻ പറ്റില്ല കേട്ടോ.
അഴിച്ചെടുക്കണമെങ്കിൽ പിന്നെ ഒരു വഴിയുണ്ട്. അതങ്ങനെ വെച്ചിട്ട് ചിറ്റിയും കൊണ്ട് ഒരു മേട്ടം കൊടുത്താൽ മതി. പൊട്ടിച്ചെടുക്കേണ്ടി വരും, അല്ലാതെ ഞാൻ നോക്കിയിട്ടുണ്ട് കേട്ടോ, അത് കിട്ടില്ല നമുക്ക്. നമുക്ക് 2 ഭാഗം ക്ലീനാക്കിയാൽ മതി. ഇത് ഒരു ദിവസമൊക്കെ ഒന്ന് ഇങ്ങനെ എടുത്തിട്ട് 2 ദിവസമൊക്കെ ഒന്ന് നമ്മുടെ വെള്ളത്തിൻ്റെ ഇത് അഴുക്കനുസരിച്ചിരിക്കും കേട്ടോ നമ്മൾ ഈ കഴുകണതിൻ്റെ. നല്ല അഴുക്കുള്ള വെള്ളമൊക്കെ ആണെച്ചാൽ, അതായത് നല്ല ചെളി വെള്ളമൊക്കെ വരുന്നുണ്ട്, മണ്ണ് വെള്ളമൊക്കെ വരുന്നുണ്ട് വെച്ചാൽ നമുക്ക് ഇത് ഇടയ്ക്കൊക്കെ എടുത്ത് കഴുകേണ്ടി വരും. ഞങ്ങൾക്ക് 2-3 ദിവസമൊക്കെ നല്ല ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പോൾ കുഴപ്പമില്ല. ഇപ്പോൾ കണ്ടോ കല്ലിൻ്റെ കളറേ മാറിയത് കണ്ടില്ലേ. ഈ കല്ലുകളും ആ ഷീറ്റില്ലേ, ആ വട്ടത്തിലുള്ളൊരു ഇത്, അതുമാണ് നമ്മുടെ ഈ വെള്ളത്തിലെ മണ്ണ് ഒക്കെ വലിച്ചെടുക്കണത് കേട്ടോ. എന്നിട്ടാണ് നമുക്ക് നല്ല ശുദ്ധമായ വെള്ളം കിട്ടണത്. ഈ കല്ലൊക്കെ പോവാതെ നോക്കുക തന്നെ വേണം. കാരണം ഇത് കഴുകുമ്പോൾ ഒക്കെ ഒന്ന് കളയാതെ നല്ല ശ്രദ്ധിച്ചിട്ട്, പിന്നെ അതിൻ്റെ ഉള്ളിലത്തെ ആ ഇത് കല്ല് കഴുകണമെങ്കിൽ ഇത് തന്നെ ഇട്ടുള്ളൊരു മാർഗ്ഗമുള്ളൂ. ഇതിലേക്കിങ്ങനെ വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം കുളിക്കുക. മുകളിലേക്കും താഴത്തേക്കും അങ്ങനെ കുളിക്കിയാൽ അതിലത്തെ കല്ലൊന്ന് ഇളകിയിട്ട് ചെളിയൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ പൊയ്ക്കോളും. മണ്ണൊക്കെ ഇങ്ങനെ വലിച്ചെടുത്തതൊക്കെ കുറേ പോവും. അപ്പം ഞാനതൊക്കെ നല്ല കഴുകി ഞാൻ ആദ്യം വെക്കുകയാണ് കേട്ടോ. ഇത് വെക്കാനൊക്കെ ഇത്തിരി പാടാണ് കേട്ടോ, അതുകൊണ്ട് ദിവസമൊന്നും അഴിക്കലില്ല. നമുക്ക് ഇടയ്ക്ക് വെള്ളത്തിന് സാധാരണ വരുന്നതിൻ്റെ പോലെയല്ല വരുന്നത് വെച്ചാൽ നമുക്ക് ആ താഴത്തെ അടപ്പ് മാത്രം ഊരിയ ആ വട്ടത്തിലുള്ളത് മാത്രം കഴുകി നല്ല വൃത്തിയാക്കി ഒന്നുകൂടി വെച്ചെടുത്താൽ മതി. അത് നമുക്ക് അഴിച്ചെടുക്കാനും വലിയ പാടില്ല. നമ്മൾ ആ ഫിറ്റിങ് മുകളിൽ നിന്ന് അഴിക്കാതിരിക്കുക കേട്ടോ നല്ലത്. അഴിച്ചാൽ നമുക്ക് വെക്കാൻ പറ്റില്ല, അത്ര ബുദ്ധിമുട്ടാണ്. ഞങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടാണ് അത് വെച്ചത്. അപ്പോൾ ഇനി ഇതിങ്ങനെ വെച്ചെടുക്കുകയാണ്. നല്ല ടൈറ്റായിട്ട് വെക്കണം കേട്ടോ. നമ്മൾ ആ സ്ക്രൂ മുറുക്കണതും നല്ല ടൈറ്റായിരിക്കണം, ഇത് വെക്കണതും നല്ല ടൈറ്റായിരിക്കണം. അല്ലെങ്കിൽ നമ്മുടെ വെള്ളത്തിന് ലീക്കാവും. ഇപ്പോൾ കണ്ടല്ലോ വെള്ളം കണ്ടോ, നല്ല ശക്തിയിലും വരുന്നുണ്ട്, നല്ല ക്ലിയർ വെള്ളം.